കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി സംഘടിപ്പിച്ച ഇഫ്താർ സ്നേഹവിരുന്ന് ശ്രദ്ധേയമായി. എന്നെ നെല്ലിക്കുന്ന MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്ത് പരിസരത്ത് സംഘടിപ്പിച്ച എന്നെ ഇഫ്താർ സ്നേഹവിരുന്ന് വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. സൗഹാർദ്ദവും സ്നേഹവും കൂട്ടിവളർത്തുന്നതിൽ ഇത്തരം കൂട്ടായ്മകൾക്ക് വർത്തമാനകാലത്ത് ഏറെ പ്രാധാന്യമുണ്ടെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എന്നെ നെല്ലിക്കുന്ന MLA പറഞ്ഞു. നോമ്പനുഷ്ഠിക്കുന്നതിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാവപ്പെട്ടവന്റെ വിശപ്പ് മനസ്സിലാക്കുന്നതിന് വേണ്ടി, പാവപ്പെട്ടവന്റെ വിശപ്പ് മനസ്സിലാക്കി അവന്റെ വിശപ്പ് കൂടി ദൂരീകരിക്കുന്നതിന് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. അപ്പോൾ അത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഈ നോമ്പനുഷ്ഠിക്കുന്ന നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാവപ്പെട്ടവന്റെ വിശപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നബി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നീ വയറുന്നതേ ഭക്ഷണം കഴിക്കാൻ പാടില്ല. എപ്പോൾ അയൽക്കാരൻ പട്ടിണി കിടക്കും. നമ്മുടെ അയൽപ്പക്കത്തോ ഒരു വീട്ടിലെ ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ ഭക്ഷണം കിട്ടാതെ വെള്ളം കിട്ടാതെ പട്ടിണി കിടക്കുമ്പോൾ അയാളുടെ വിശപ്പും ദാഹവും ഗൗനിക്കാതെ നമ്മൾ വയറുന്നതിനെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മൾക്ക് പ്രവാചകന്റെ അനുയായിയാണ് എന്ന് പറയാനുള്ള അവകാശം പോലും ഇല്ല എന്നാണ് നബി നമ്മോട് പറഞ്ഞു തന്നിട്ടുള്ളത്. പക്ഷെ നബി ഇത് പറഞ്ഞിട്ടില്ല, ആ അയൽക്കാരന് ഹിന്ദുവാണെങ്കിൽ ക്രിസ്ത്യാനിയാണെങ്കിൽ മറ്റു ജാതിയിൽപ്പെട്ടാണെങ്കിൽ നീ വയറ് നിറയെ ഭക്ഷണം കഴിച്ചു, മുസൽമാനാണെങ്കിൽ മാത്രം നീ അവന് ഭക്ഷണം കൊടുത്തതിന് ശേഷം കഴിച്ചാൽ മതി എന്നല്ല നബി പറഞ്ഞു. ആ പട്ടിണി കിടക്കുന്ന മനുഷ്യന് ആ ആള് ഒരു മനുഷ്യനാണെങ്കിൽ അയാൾക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷം മാത്രമേ നീ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ എന്നാണ് നബി പറഞ്ഞത്. അതുകൊണ്ട് ഈ നോമ്പ് എന്ന് പറയുന്നത് ലോകത്തിലെ മുഴുവൻ ആളുകളുടെയും വിശപ്പ്, ദാഹം, പ്രയാസം ഒക്കെ നമുക്ക് മനസ്സിലാക്കാനും അതനുസരിച്ച് സഹജീവികളോട് കൂടുതൽ സഹാനുഭൂതി കാണിക്കുവാനുള്ള ഒരവസരമാണ് നമുക്ക് നൽകുന്നത്. അത് നമ്മളെല്ലാവരും ശരിക്കും ഉപയോഗപ്പെടുത്തണമെന്നാണ് പറയാനുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. അബ്ദുള്ള കുഞ്ഞി ചെർക്കളം അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് കാർല സ്വാഗതം പറഞ്ഞു. കല്ലട്ര മാഹിൻ ഹാജി, A. അബ്ദുൾ റഹിമാൻ, റിട്ടയർഡ് അഡീഷണൽ SP TP രഞ്ജിത്ത്, DYSP സിബി തോമസ്, സർക്കിൾ ഇൻസ്പെക്ടർ പ്രമോദ്, മുനീർ ഹാജി, ട്രാഫിക് സബ് ഇൻസ്പെക്ടർമാരായ ദാമോദരൻ, ഫിറോസ്, അഡ്വക്കേറ്റ് ജമാൽ, ഗോവിന്ദൻ നായർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷ അർജുൻ, ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ അബൂബക്കർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ മൊയ്തു ഗോളിയടുക്കം, മറിയ മാഹിൻ, കുമ്പള ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AK ആരിഫ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അൻവർ സാദത്ത്, പൃഥ്വിരാജ് ഷെട്ടി, PM നസീമ, സോയ ലത്തീഫ്, മഹേഷ് ബൾഗുഞ്ചെ, ഖാദർ മാന്യ, സക്കീന അബ്ദുള്ള ഹാജി, അഡ്വക്കേറ്റ് നാസിഫ ജലീൽ, ലീല, അസ്മിന ഹബീബ്, ഷാഹിദ അഫ്സൽ, ഷഫീന താജുദ്ദീൻ മൊഗ്രാൽ, മുഹമ്മദ് കുഞ്ഞി ചൈൻഡടി, ബ്ലോക്ക് പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാരായ BDO ജോൺ ഡിക്രൂസ്, ജോയിന്റ് BDO പീതാംബരൻ, സുഗുണകുമാർ, സുജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.